പാലക്കാട് കുന്നത്തൂർ മേടിൽ ആന ഇടഞ്ഞ സംഭവം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതിലിപ്പോൾ ആ ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേരും ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളത്തിനിടെയായിരുന്നു ആന ഇടഞ്ഞത്. കുന്നത്തൂർ മേട് കൃഷ്ണൻ കോവിലിലെ ഉത്സവത്തിന്റെ ഭാഗമായായിരുന്നു എഴുന്നള്ളത്ത് നടന്നത്. സമീപത്തെ വീട്ടിലേക്ക് ആണ് ആന ഇടഞ്ഞോടിയെത്തിയത്. പിന്നീട് ശാന്തനായി ആനയെ തളച്ചു. 3 പേര് അതിന് ആനപ്പുറത്തുണ്ടായിരുന്നു. ആ 3 പേരും ഇപ്പോൾ സുരക്ഷിതരായി താഴേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ആനയെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആനയും ശാന്തനാണ്. ഗോകുൽ VS വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ 3 പേരും പാപ്പാൻ എത്തിയതിനു ശേഷമാണോ ഇറങ്ങിയത്? അതെ, മറ്റൊരു പാപ്പാൻ, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ആനയോടൊപ്പം ഉണ്ടായിരുന്ന പാപ്പാൻ ഇതിന് സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചു. എലിഫന്റ് സ്ക്വാഡിലെ കൂടുതൽ അംഗങ്ങളെത്തി. അങ്ങനെ ആനയെ വരുതിയിലാക്കിയ ശേഷമാണ് മുകളിലുണ്ടായിരുന്ന 3 പേരെയും താഴെ ഇറക്കിയത്. വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഏകദേശം 1 മണിക്കൂറാണ് ആ 3 പേരും ഈ ആനയുടെ മുകളിൽ ചെലവഴിച്ചത്. പക്ഷേ അവർ പരിശീലനം സിദ്ധിച്ചവരാണ്. അവർ ഇത്തരത്തിൽ ആനപ്പുറം നിരവധി കയറാൻ പോകുന്നവരാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായില്ല. പിന്നീട് ആന അല്പസമയം ഓടിയതിനു ശേഷം ശാന്തനായി നിന്നു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ആ 3 പേരെയും ആനയുടെ പുറത്തു നിന്ന് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആനയെ തളച്ചിട്ടുണ്ട്, ആനയെ സമീപത്തെ മരത്തിൽ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലും മറ്റ് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇനി ആനയെ കൂടുതൽ വരുതിയിലാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് തീരുമാനമുണ്ടായിരുന്നത്. ആനയുടെ യഥാർത്ഥ പാപ്പാന് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റി. ആനയുടെ പിന്നാലെ ഓടിയപ്പോഴാണ് കൈക്ക് പരിക്ക് പറ്റിയത്. അതുകൊണ്ടാണ് ഈ ആനയോടൊപ്പമുള്ള പാപ്പാന് ഈ ആനയെ കൂടുതൽ നിയന്ത്രിക്കാനോ 3 പേരെയും താഴേക്ക് ഇറക്കാനോ കഴിയാതെ വന്നത്. പിന്നീട് ഇതിനു മുൻപ് ഈ ആനയോടൊപ്പം ഉണ്ടായിരുന്ന പാപ്പാനും അതോടൊപ്പം തന്നെ എലിഫന്റ് സ്ക്വാഡിലെ അംഗങ്ങളും ചേർന്നാണ് ഇപ്പോൾ എത്തുകയും ഈ 3 പേരെയും മുകളിലുണ്ടായിരുന്ന ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേരെയും താഴെ ഇറക്കിയത്. ഏതായാലും ആ 3 പേരും സുരക്ഷിതരാണ് എന്നുള്ളത് വളരെ ആശ്വാസമുള്ള വാർത്തയാണ്. ഇനി ഈ ആനയ്ക്ക് തീറ്റ നൽകുന്നുണ്ട്. തീറ്റ നൽകി കൂടുതൽ വരുതിയിലാക്കിയ ശേഷം ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് കുന്നത്തൂർ മേട്ടിൽ എഴുന്നള്ളിപ്പിനെത്തിച്ച ഈ ആന ഇടഞ്ഞത്. ഇത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പിന് വേണ്ടിയാണ് 9 ആനകളെ കൊണ്ടുവന്നിരുന്നു. അതിലുള്ള ഒരു ആനയാണ് ഇടഞ്ഞത്. അത് പിന്നീട് ഓടി സമീപത്തുള്ള ഒരു വീട്ടിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇവിടേക്ക് പിന്നീട് പോലീസും എലിഫന്റ് സ്ക്വാഡിലെ അംഗങ്ങളും എത്തി ആനയെ ഇവിടെ തന്നെ തളച്ചു. നിലവിൽ ആശ്വാസകരമായ സാഹചര്യമാണ്. ഈ ആന ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇതിൻ്റെ ഏറ്റവും ആശങ്കപ്പെടുത്തിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരത്തിൻ്റെ ഒത്ത നടുക്ക് തന്നെയാണ് ഇത്തരത്തിൽ ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ വളരെ ആശ്വാസമുള്ള കാര്യം, ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളിച്ച ആനയാണ് ഇടഞ്ഞത്. ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേരും സുരക്ഷിതരായി ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്.